ഹലോ സുഹൃത്തുക്കളെ, എന്താണ് എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിന്ന് ഊട്ടിയിലെ നമ്മൾ തേയില ഫാക്ടറി ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. സാധാരണ നമ്മൾ ഊട്ടി പോയി കഴിഞ്ഞാൽ നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡൻ, റോസ് ഗാർഡൻ ഇങ്ങനെയുള്ള പാർക്കുകളിലൊക്കെ പോയിട്ട് തിരിച്ചു വരാനുള്ള പതിവ്. തേയില ഫാക്ടറിയിൽ ഞാൻ വല്ലാതെ പോയിട്ടില്ല, ഫസ്റ്റായിട്ട് പോവാണ്. സത്യമായിട്ട് എന്താ പ്രത്യേകിച്ചും കാണാനൊന്നും ഇല്ലയെന്നല്ലേ വിചാരിക്കാം. പക്ഷെ എങ്കിലും ഇപ്രാവശ്യം എന്തായാലും ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ എന്തായാലും നാട്ടിൽ ക്ലബിൻ്റെ കീഴിൽ ഒരു ടൂർ സംഘടിപ്പിച്ചതാണ്. ഒരു 3 ബസ്സിന് നിറച്ച ആളുണ്ടായിരുന്നു. അത്യാവശ്യം ഒരു 142 സംതിങ് ആളുകളുണ്ടായിരുന്നു. ഭയങ്കര എൻജോയ് ചെയ്ത് പോയൊരു ടൂറായിരുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ അത്രയും ആളുകളായിട്ട്, ഇപ്പോൾ ചെറുപ്പക്കാരും പ്രായമുള്ളവരെല്ലാവരും ഉണ്ടായിരുന്നു. നല്ല രസമുള്ളൊരു ടൂറായിരുന്നു. അങ്ങനെ നമ്മൾ തേയില ഫാക്ടറി എന്തായാലും ഒന്ന് കാണാമെന്ന് വിചാരിച്ചു അങ്ങനെ പോയതാണ്. തേയില ഫാക്ടറി ചെന്നപ്പോൾ നമ്മൾ പച്ചക്ക് ശരിക്കും തേയില നമ്മൾ നുള്ളുന്നൊക്കെ കണ്ടിട്ടുണ്ടാവും. അത് ഇലയായിട്ട് കൊണ്ടുവന്ന് ഫസ്റ്റ് നമ്മൾ കണ്ട മെഷീനറിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഓരോ പ്രോസസ്സിങ് കഴിഞ്ഞ് സാധാരണ നമ്മൾ തേയില നമ്മൾ പാക്ക് ചെയ്ത് വരുന്നുണ്ടല്ലോ, നമ്മൾ നാട്ടിലൊക്കെ മേടിക്കുന്ന അതേ തേയില ആകുന്നവരെ ചൂടാക്കിയിട്ട് ചെറുതായിട്ട് തരിയായിട്ടൊക്കെ വന്ന് അതിൻ്റെ മെഷീനുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് താഴെ വരുമ്പോഴാണ് അവിടെ പാക്കായിട്ട് അവിടെ വരുന്നത്. അവിടെ പാക്ക് ചെയ്യുന്ന സംവിധാനം എല്ലാം ഉണ്ട്. അത് സാവധാനം കാണേണ്ട ഒരു സംഭവം തന്നെയാണ്. നമ്മൾ ആരും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ കാണാത്തവരൊക്കെ എന്തായാലും ജസ്റ്റ് ഒന്ന് പോയി കാണാനുണ്ട് എന്തായാലും. മാത്രമല്ല അതിന് 20 രൂപ നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറിക്കഴിഞ്ഞാൽ, കാണുന്നതിന് 20 രൂപയാണ്. 20 രൂപ ടിക്കറ്റ് എടുത്ത് കയറിക്കഴിഞ്ഞാൽ അകത്ത് ചായം തരും. നല്ല ടേസ്റ്റുള്ള ഒറിജിനൽ തേയില ഇട്ട് ചെയ്യുന്നതല്ലേ, എന്തായാലും അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ടാവും അതിന്. അവിടെ ശരിക്ക് ഊട്ടിയിലൊക്കെ ചായക്കന്നെ 15 രൂപ 20 രൂപയൊക്കെ ചായക്കന്നെ വില ഉണ്ട്. അപ്പോൾ എന്തായാലും ആ ടിക്കറ്റ് നഷ്ടപ്പെടില്ല, നമുക്ക് കാണാനുണ്ട്, ചായ കുടിക്കാം. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഇതുപോലെ അവിടെ കടകളുണ്ട്, ഇഷ്ടംപോലെ കൗണ്ടറുകളായിട്ട് തേയില ഇഞ്ചി ഇട്ടതും അതുപോലെ അതിൽ ഏലക്ക പൊടിച്ചതും അങ്ങനെ 2-3 നോർമൽ സാധാരണ നമ്മൾ തേയിലയും എല്ലാം ഉണ്ട്. 2-3-4 ഐറ്റംസിൽ തേയില മറ്റ് സാധനങ്ങളൊക്കെ അവിടെ വിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ച് ഒരുപാട് കൗണ്ടറുകളായിട്ടുണ്ട്. വിലയുണ്ട് കേട്ടോ, ഒറിജിനലാകുമ്പോൾ നാട്ടിലത്തെ പോലെയല്ല, അത്യാവശ്യം വിലയുണ്ട്. എന്തായാലും ഞങ്ങളൊരു പാക്ക് മേടിച്ചു, അവിടെ കൂട്ടുകാരെല്ലാവരും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ചോക്ലേറ്റിൻ്റെ ഫാക്ടറീൻ്റെ തൊട്ടടുത്ത് തന്നെ ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ട്, അവിടെയും പോകുന്നുണ്ട്. അത് അവിടെയാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ നമുക്ക് സാമ്പിൾ തിന്നാനൊക്കെ തരുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ചോക്ലേറ്റൊക്കെ കണ്ട്, അത് ഒറിജിനൽ ചോക്ലേറ്റ് അവിടെ. സാധാരണ നമ്മൾ കടകൾ മേടിക്കുമ്പോൾ ഇച്ചിരി റേറ്റ് കുറവായിരിക്കും ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന മെഷീന്. അത് കഴിഞ്ഞ് അവർ പാക്ക് ചെയ്ത് പുറത്ത് പാക്ക് ചെയ്തൊക്കെ വരുന്നുണ്ട്. നമ്മൾ എന്തായാലും കുറച്ച് ചോക്ലേറ്റൊക്കെ മേടിച്ചു. പർച്ചേസിങ്ങിന് ഇറങ്ങിയതല്ല എന്തായാലും, പക്ഷെ അത് ഒരു പ്രാവശ്യമെങ്കിലും പോയി കാണണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മാത്രമല്ല നമ്മൾ പല വിദേശികളൊക്കെ വരുന്നുണ്ട്, ഹിന്ദികൾ, നമ്മൾ ഡൽഹി, ബോംബെ അങ്ങനെ വടക്കേ ഭാഗത്തു നിന്നൊക്കെ വരുന്ന ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട് ഇത് കാണാൻ. അത് കഴിഞ്ഞ് മുകളിലത്തെ നിലയിരുന്നത്, അത് കഴിഞ്ഞ് താഴെ വരുമ്പോൾ നമ്മൾ ഡ്രസ്സ് മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബാഗുകൾ, തണുപ്പിന് ഉപയോഗിക്കുന്ന കോട്ടുകൾ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അവിടെ വെക്കുന്നത്. അതൊന്നും പ്രത്യേകിച്ച് ആരും മേടിക്കില്ല. പക്ഷെ എന്തായാലും തേയിലയും ചായപ്പൊടിയും അതുപോലെ ചോക്ലേറ്റ് അതെന്തായാലും എല്ലാവരും മേടിക്കും. വില കൂടുതലാണെങ്കിൽ നമ്മൾ നാട്ടിൽ പോകുമ്പോൾ ഫ്രഷായിട്ട് കിട്ടാൻ വേണ്ടി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കുക. ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ അതിന് 2-3 ബസ്സിന് ആളുകളുണ്ടായിരുന്നു, എല്ലാ പയ്യന്മാരും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും കൂടിയുള്ള ഫുഡ് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുപോയതായിരുന്നു. നല്ല നമ്മുടെ നാട്ടിലൊരു പണ്ടാരുണ്ട്, അയാളെ കൊണ്ട് വെപ്പിച്ച് നല്ല സെറ്റപ്പിലായിരുന്നു പോയത്. എൻജോയ് ചെയ്ത് കഴിച്ച് എല്ലാവരും വരിയായി നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് എല്ലാവരും പാട്ടൊക്കെ ഇട്ട് ഡാൻസും ഭയങ്കര എനർജിക്കായിട്ടുള്ള ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എല്ലാവരും കാണാൻ നല്ല സന്തോഷകരമായിട്ടുള്ള ആഘോഷിച്ച് സെറ്റപ്പിലായിരുന്നു നമ്മൾ യാത്രയൊക്കെ പോയത്. സാധാരണ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. നമ്മൾ ഊട്ടിയിലൊക്കെ ഫാമിലിയായിട്ടൊക്കെ പോയാൽ പോലും ഇത്ര ഒരു എൻജോയ്മെൻറ്റ് ഉണ്ടാവില്ലല്ലോ. ഇത് വല്ലാത്തൊരു വൈബ് തന്നെയായിരുന്നു. എല്ലാവരും ഈ ഡാൻസൊക്കെ കണ്ട് അവിടെ തമിഴ്മാരും എല്ലാം ഇട്ടൊക്കെ വന്നുള്ളവർ ഇതൊക്കെ കണ്ടിരിക്കുകയാണ്. നമ്മൾ നല്ല പാട്ടൊക്കെ ഇട്ട് പിള്ളേരൊക്കെ ആഘോഷിക്കുകയാണ്. ഇതിൽ കൂടുതൽ ആളുകൾ ഇടുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു, കൂടി വന്ന് എല്ലാവരും ഫാക്ടറിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടായിരുന്നു. തേയില ഫാക്ടറിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടായിരുന്ന ആളുകളെല്ലാവരും ഇറങ്ങി വന്നു എല്ലാവരും ഒരു ഡാൻസിലൊക്കെ പങ്കുചേർന്നു. സത്യത്തിൽ നമ്മൾ ഇത് കഴിഞ്ഞ് ഫുഡ് കഴിച്ച് നമുക്ക് തിരിച്ചു പോകണമെന്ന് വിചാരിച്ചാണ് വന്നത്. പക്ഷേ ഈ പാട്ടും ഡാൻസും എല്ലാം കൂടിയും കണ്ടപ്പോൾ എല്ലാവരും
ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ കൂടുതൽ സമയം അവിടെ സ്പെൻഡ് ചെയ്തു. വല്ലാത്തൊരു യാത്രയാണ്.